ഷാജിദ ഷാജി നമ്മൾ കുറേ നാളായി ഷാജിദയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട്. ഓക്കെ, ഷാജിദയുടെ ഒരു വീഡിയോ കാണാനിടയായിട്ടുണ്ടായിരുന്നു. ഇനി ഇതും ചോദിച്ച് ആരും വരണ്ട ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. ഷറഫ് അലി ഞാനും തമ്മിൽ എന്ത് ബന്ധം? ഇത് ഓൾറെഡി നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തതല്ലേ ഷാജിദ ഒരു Q&A നടത്തിയായിരുന്നു. അപ്പോൾ അതിനകത്ത് നല്ല കമൻസും മോശമായിട്ടുള്ള കുറേ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു തരംഗമായിക്കൊണ്ടിരുന്നൊരു വിഷയമായിരുന്നു ഷാജിദ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇന്നലെ ഷാജിദ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്താ പറയുക, ഫുള്ള് നെഗറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതിനിപ്പോൾ ആൻസർ പറയണമെന്നില്ല. പിന്നെ ഒന്ന് രണ്ടാൾക്കാർ നല്ലത് പറഞ്ഞിട്ടുണ്ട്. ഷാജി നെഗറ്റീവ് ഒന്നും നോക്കണ്ട, നീ നിൻ്റെ വഴിക്ക് നിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് പൊക്കോ എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് ഷറഫ് അലി എന്തായി. ഷറഫ് അലി എന്തായി എന്ന് വെച്ചാൽ ഷറഫ് അലിൻ്റെ പണിയിൽ അവന് ദുബായിലാണ്. അവൻ്റെ പണി ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ പണി ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. അവനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവനെ കല്യാണം കഴിച്ചതോ കാര്യങ്ങളോ അവനെ കല്യാണം കഴിച്ചു എന്ന് ഞാൻ ഒരിക്കലും ഇതിൽ പറഞ്ഞിട്ടില്ല. അത് പച്ചക്കള്ളമല്ലേ ഷാജിദ? അത് പച്ചക്കള്ളം തന്നെ. നിങ്ങൾ വന്നിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ അന്ന് ഇത് ചെയ്തത്. എന്നിട്ട് ആ പയ്യൻ്റെ റീൽസും കാര്യങ്ങളും എടുത്ത് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏത് രീതിയിൽ പോയതാണ്? നമ്മൾ മണ്ടന്മാരൊന്നും ഉണ്ട്. ലവിൻ്റെ ഒരു ഇത് സിമ്പിളും കൊടുത്ത് നിങ്ങൾ ഒരുമിച്ച് നടക്കുന്നത്, പാട്ടിൻ്റെ ഇത് കിടക്കുന്നത്, ഞങ്ങളാരും മണ്ടന്മാരൊന്നുമല്ല. നിങ്ങളിപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത് ഒരു രീതിയാണ്. ഓക്കെ, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വന്ന് പറയാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ആൾക്കാർ വെറുതെ ഒന്നും ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് ഈ ഒരു കേസ് കേട്ടില്ല. കാരണം നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്, ഒരുപാട്. കാരണം ഒന്നുമില്ലായ്മയെന്ന് ഇത്രയും കരകയറ്റി കൊണ്ടുവന്നത് ഈ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. നിങ്ങൾ പിന്നെ അവർക്ക് കിട്ടിയൊരു പണി കൊടുക്കുമ്പോൾ അവരോട് കള്ളം പറയുമ്പോൾ ഉറപ്പാണ് ഇതെല്ലാം തിരിച്ചടി എന്നൊരു സംഭവമുണ്ട്. ഓരോരുത്തരും ഓരോ പോയിന്റ്സ് വരെ നോട്ട് ചെയ്തിട്ട് ഇന്ന ദിവസത്തെ ഇന്ന വീഡിയോ എടുത്ത് ഇത്രാമത്തെ മിനിറ്റ് നോക്കിയാൽ ഷാജിദയെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും എന്നുള്ള രീതി വരെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് തന്നെ റിയാക്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, എന്നാലും നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. പിന്നെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിലായാലും പിന്നെ താലിമാർ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയേണ്ടി വന്നു. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട. അല്ലെങ്കിൽ ഉള്ള കാര്യം ഉള്ള പോലെ അങ്ങ് പറഞ്ഞായിരുന്നെങ്കിൽ ആ ഒരു വിഷയം 2 ആഴ്ച 3 ആഴ്ച നീണ്ടു പോകത്തില്ലായിരുന്നു. ചിലപ്പോൾ ഒരു 3 ദിവസത്തിൽ ഒതുങ്ങിപ്പോയേനെ. ഓക്കെ, എനിക്കെന്താ ഇത്ര മാത്രം പറഞ്ഞാൽ നിനക്കൊക്കെ എന്താ, ഞാൻ അങ്ങനെ ചെയ്തു, നിനക്കൊക്കെ എന്താ വല്ലതും പറയാനുണ്ടോ? ഓക്കെ, 2-3 ദിവസം കഴിയുമ്പോൾ അത് അണഞ്ഞു പോയേനെ. ഷാജിദ വന്നിട്ട് ഓരോ വ്യക്തിയുടെ പേരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തികൾ ഇപ്പോൾ ഒരു ഫാത്തിമയുടെ പേര് പറഞ്ഞപ്പം അടുത്ത ഫാത്തിമമാർ ഓടി വരുന്നു, അവരെന്നെക്കുറിച്ചല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അങ്ങനെ കുറേ പേര് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി. ഷാജിദ കാരണം ഒരുപാട് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തിൽ തന്നെ. ഓക്കെ, ഇപ്പം വീണ്ടും അവനെ കുറിച്ചിട്ട് തന്നെ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഇനി ഇവിടെ അങ്ങണ്ട് അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം ആ ചാപ്റ്റർ ഞാൻ അവിടെ ക്ലോസ് ആക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇനി അതിനെ കുറിച്ചിട്ട് ആരും വേവലാതിപ്പെടണ്ട. പിന്നെ ചോദിച്ചിരിക്കുന്നത് കല്യാണം. നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു വേവലാതി ഇല്ല. സബ്സ്ക്രൈബേഴ്സ് ചോദിക്കും ഷാജിദ, ഉറപ്പായിട്ടും ചോദിക്കും. കാരണം അതങ്ങനെയാണ്. കാരണം എങ്ങനെ പോയാലും ഷാജിദയുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സ് കാരണം തന്നെയാണ്. നിങ്ങളെ ഇഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ്. കുറേ ആൾക്കാർക്ക് അവർക്ക് നല്ല വിഷമമുണ്ട്. കാരണം നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയല്ലോ, മീൻസ് നിങ്ങൾ ഇങ്ങനെ കാണിച്ചല്ലോ എന്നുള്ള കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇനി കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതും കല്യാണം ഉണ്ടാവുമോ, കല്യാണം ഇല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അതെല്ലാം പഠിച്ചോൻ്റെ കയ്യിലാണ്. എനിക്കറിയില്ല ഒന്നും. പിന്നെ കല്യാണത്തിനെ പറ്റിയിട്ടൊന്നും ഞാനിപ്പം ഒന്നും പറയണില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാണ്ടിരിക്കൊന്നുമില്ല. അപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ട്, കുറേ പേര് ഇപ്പോഴും പ്രപ്പോസും കൊണ്ട് വരുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട്. ഇവിടെ എന്താ പറ്റി, എന്തോ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാനൊന്നും പറയണില്ല.
പരമാവധി എടുത്ത് ചടാതിരിക്കുക. പ്രപ്പോസുമായിട്ട് ഇനിയും ഒരുപാട് ആൾക്കാർ വരും. അറിയാലോ, ഇടയ്ക്ക് ഒരാൾ വന്നായിരുന്നല്ലോ, റഫൂഖ്. അദ്ദേഹം വന്നിട്ട് എവിടെ പോകുന്നൊരു പിടുത്തില്ല. ഞാനും അദ്ദേഹത്തോട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, പിന്നെ ഫണ്ട് തരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇപ്പം അദ്ദേഹം മുങ്ങി നടക്കുകയാണ്. അപ്പോൾ പിന്നെ ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഷാജിദയുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ന്യായം കാണും. എന്തുകൊണ്ട് അദ്ദേഹം ഇത് ചെയ്യുന്നു? അദ്ദേഹത്തിന് 1,30,000 രൂപ കിട്ടാനുണ്ടെന്നൊക്കെ അദ്ദേഹം വലിയ ഡയലോഗ് അടിച്ചായിരുന്നു. ഇപ്പോൾ ആ വ്യക്തി നൈസായിട്ട് ഇടയ്ക്കൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് ബ്ലോക്ക് മാറ്റുന്നുണ്ട്. നമ്മുടെ കാര്യമാണ് പറയുന്നത്. അയാൾക്കൊരു സ്റ്റാൻഡില്ല. എന്തുകൊണ്ട്? ഇനിയിപ്പോൾ ഷാജിദ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വല്ല വെളിപ്പെടുത്തിയോ, മീൻസ് വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഒന്നും അറിയത്തില്ല. ഇനി ഇവർ തമ്മിൽ എന്താണെന്നോ ഡീലോ കാര്യങ്ങളോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലും കമൻസ് വന്ന് കിടപ്പുണ്ട്, ഈ പറയുന്ന റഫൂഖിൻ്റെ പൈസ കൊടുത്തു എന്നുള്ള രീതിയിൽ. ഓക്കെ, അതൊക്കെ അവരുടെ പാടായി. അദ്ദേഹം വന്ന് സോഷ്യൽ മീഡിയ ഇനി അതിന് ആവശ്യം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. ഓക്കെ, ബാക്കി പറയാം. അപ്പൊ അതിനെ കുറിച്ചിട്ട് എൻ്റെ ഷാജിദ ഇങ്ങനെ ലാഗ് അടിപ്പിക്കാതെ കാര്യം പറ അങ്ങോട്ട്. ഇങ്ങനെയൊക്കെയുള്ള പോർഷൻസ് ഒക്കെ വരുമ്പോൾ അങ്ങ് കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല, ലാഗാവും. ഓക്കെ, പറ. എന്താണ്, നിങ്ങളുടെ വീഡിയോസ് ഫസ്റ്റ് നല്ല ഇഷ്ടമായിരുന്നു, ഇപ്പം നിങ്ങളെ ഇഷ്ടമല്ല, അങ്ങനെ ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട്, ഒരു വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, എൻ്റെ കാര്യം തന്നെ എടുത്താൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മൾ പുറത്തിങ്ങനെ ഹാപ്പി ആയിട്ട് ചിരിച്ചിട്ട് നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു മാനസികമായിട്ടുള്ള ഒരു സംഭവം കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള എന്താ പറയുക, ആ ഒരു ഞാൻ സൈക്കോളജിസ്റ്റിനെ കാണിക്കലും മരുന്ന് കഴിക്കലും അങ്ങനെയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെതായ സാഹചര്യത്തിലൂടെ ഞാൻ ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടാവും. അറിവില്ലായ്മ എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, ഷാജിദ ഒന്ന് ചിന്തിക്കണം. ഷാജിദയുടെ പ്രായം എത്ര എന്ന്. 5 മക്കളുടെ അമ്മയാണ്. അറിവില്ലായ്മ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് കുറച്ചും കൂടെ ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. എന്തായാലും പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ വിചാരിക്കും അങ്ങനെ വിചാരിക്കും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും ആ ഒരു അബദ്ധത്തിലോട്ട് പോയി ചാടുവാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അത് വന്ന് സോഷ്യൽ മീഡിയയിൽ പറയാതിരിക്കുക. സോഷ്യൽ മീഡിയ പറഞ്ഞ ഉറപ്പാണ്, ചർച്ചയാവും. ആൾക്കാർ എന്തൊക്കെ വന്നാലും അതൊരു വേറെ രീതി പോവും, പിന്നെ ട്രോളാവും. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയാതെ തന്നെ ഷാജിദയ്ക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ. അതിന് ബാക്കിയും കൂടെ പറ. തന്നെ പറഞ്ഞിട്ട് എന്താ പറയാ, ഏതൊരു സാഹചര്യത്തിലും പക്ഷെ ഞാൻ മക്കളെ വിട്ട് കളിച്ചിട്ടില്ല. മക്കളുടെ കൂടെ തന്നെ മക്കളുടെ കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ട് അവരുടെ കാര്യങ്ങൾ ക്ലിയർ ആക്കിയിട്ട് പോണ ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലാണ്ട് ഇപ്പം എൻ്റെ സ്വയം അല്ലെങ്കിൽ സുഖം അല്ലെങ്കിൽ എൻ്റെ ഒരു ഞാനെന്നൊരു വ്യക്തി മാത്രമായിട്ട് ചിന്തിച്ചിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാറില്ല. അതൊരു കാര്യം. മക്കളുടെ കൂടെ വേണം. അവന്മാർ പാവം പിടിച്ചവന്മാരാ. അവന്മാർ എന്ത് രസമാണെന്നറിയാം. ഒരു കൊച്ചു പയ്യൻ വന്നിട്ട് ഇടയ്ക്ക് സബ് ചെയ്യണമെന്ന് എന്നൊക്കെ പറയില്ല. ഇടയ്ക്കൊക്കെ കളിത്തമാശയൊക്കെ കാണിക്കുന്ന ഒരു പയ്യനുണ്ടല്ലോ, ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞു തരുന്നേ, പൊളിയാട്ടോ. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോവാൻ, ഇങ്ങനെ നിനക്ക് ടൂറ് നടക്കാനൊക്കെ എവിടെന്നാ പൈസ എന്നാണ് ഞാൻ പറഞ്ഞിട്ട്. ഞാൻ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിനനുസരിച്ച് മാസം ഏണിങ്സ് എനിക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ അതിനനുസരിച്ചിട്ട് പിന്നെ ഇപ്പോൾ ഈ പോണ് ഒരുപാട് ചിലവൊന്നുമില്ല. ട്രെയിനിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ട്രെയിനിൽ ഇന്ന സ്ഥലത്തേക്ക് ഇത്ര ചാർജ് ഉള്ളൂ. കാരണം അത്ര ചാർജൊന്നും വരണില്ല, ആൾക്കൊന്നും മറ്റേ ഇത് ചെയ്യണില്ല. അപ്പം ആ ചോദിച്ചതിനുള്ള മറുപടി, എൻ്റെ ചിലവും കാര്യങ്ങളും എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് ഞാൻ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ഞാൻ നടക്കുന്നത്. അല്ലാണ്ട് കണ്ട ആൾക്കാരുടെ പൈസ പറ്റിച്ചു, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. പൈസ ആരുടെ അടുത്തൊന്നും പറ്റിക്കേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ അങ്ങനെ പൈസ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അറിയാം എന്താ സംഭവം ഏതാന്നല്ല. അത് റഫൂഖിനെ ഉദ്ദേശിച്ചാണോ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, അതെന്തെങ്കിലും ആട്ടെ, അദ്ദേഹം കൊടുക്കുവോ കൊടുക്കാതിരിക്കുവോ അതൊക്കെ അവരുടെ ഇഷ്ടം. കാരണം അദ്ദേഹത്തിനോട് ഞാൻ കോൺടാക്ട് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അദ്ദേഹത്തിനോട് എനിക്കൊരു കോൺടാക്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ അവിടെ നിന്നില്ല ഇവിടെ നിന്നില്ല എന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇവർ പറയുന്നു യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ടാണ്. ആ വരുമാനം നല്ല രീതിയിൽ കിട്ടുന്ന ഒരാൾ എന്തായാലും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു നല്ലൊരു വീട് വെക്കുക. അതാണിപ്പോൾ ചെയ്യേണ്ടത്. അത്യാവശ്യം ഒരു വീടിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ പിള്ളേരുടെ കാര്യങ്ങൾ കുറച്ചും കൂടെ നോക്കുക, അവർക്ക് എന്തെങ്കിലും സേവ് ചെയ്ത് വെക്കുക.
അതായിരിക്കും നല്ലത് ഷാജിദ. എന്തായാലും ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിട്ട് കളയാം. പുതിയ ജീവിതം, പുതിയ ബ്ലോഗും കാര്യങ്ങളുമായിട്ട് നല്ല രീതിയിൽ പോകാൻ നോക്കുക. അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു അനിയനെ പോലെ കണ്ടാൽ മാത്രം മതി. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. ബൈ, ലവ് യു.